ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുമ്പ് ഇവിടെ കിടന്ന് ഭയങ്കരമായി വെല്ലുവിളി മുഴക്കിയ പോപ്പുലർ ഫ്രണ്ട് ഭീകരരൊക്കെ ഉണ്ടല്ലോ. യോഗി ആദിത്യനാഥിന്റെ ജയിലിൽ പോയി കിടന്നിട്ട്, ഗാസിയാബാദിൽ കിടന്നിട്ട് ഇവർക്ക് തിളയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവരവിടെ കിടന്ന് നക്ഷത്രക്കാലെണ്ണുവാണ് കേട്ടോ, ഒരു രക്ഷയുമില്ല. കാരണം അവിടെ ഇവരുടെ ഒരു അട്ടഹാസവും നടക്കില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയ പോപ്പുലർ ഫ്രണ്ട് SDP ഭീകരർക്കൊന്നും നമസ്കരിക്കാൻ മുസല്ല വേണ്ട, നോമ്പിന് അത്താഴം വേണ്ട, നോമ്പ് തുറക്കാൻ ഇഫ്താർ വിരുന്ന് വേണ്ട, മര്യാദയ്ക്ക് ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി. അപ്പൊ യോഗി ആദിത്യനാഥ് അല്ല, നമുക്ക് ചില തീർപ്പ് ഒപ്പിക്കാനുണ്ടല്ലോ. കാരണം ഇസ്ലാമിക രാജ്യം വേണ്ട, ഞങ്ങളൊരു തമാശയ്ക്ക് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് പറഞ്ഞതാ. അങ്ങനെ പറയല്ലേ. എന്നാ പിന്നെ നമുക്ക് കുറച്ച് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വേണ്ട, നമ്മള് ഒരു ആവേശത്തിന് പറഞ്ഞതാണ്, നിങ്ങളത് കാര്യമാക്കി കളയല്ലേ. നമ്മുടെ കുട്ടികൾ ആവേശത്തിന് പറഞ്ഞതെന്നും നിങ്ങളങ്ങനെ കാര്യമാക്കി എടുത്തിട്ട് ഞങ്ങളെ ശിക്ഷിക്കല്ലേ, ഞങ്ങളെ ഒന്ന് വെറുതെ വിടണം. അല്ല, നിങ്ങൾക്ക് മുസല്ല വേണ്ട, നമസ്കാരമൊന്നും അങ്ങനെ നിർബന്ധിതമായ സാഹചര്യത്തിൽ നമസ്കരിക്കണമെന്നൊന്നും പ്രവാചകൻ പറഞ്ഞിട്ടില്ല, കുഴപ്പമില്ല. അല്ല, നോമ്പ് പിടിക്കാൻ, നോമ്പ് തുറക്കാൻ മുസല്ല ഒരു സൗകര്യവും വേണ്ട. അപ്പോൾ ഉള്ള സൗകര്യത്തിൽ നിങ്ങൾ ഒതുങ്ങി ജീവിക്കുമോ? അല്ല പിന്നെ. അപ്പോൾ യോഗി ആദിത്യനാഥ് ഇതെടുത്ത് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എന്ത്? ആ മുദ്രാവാക്യം, മര്യാദയ്ക്ക് പ്ലീസ്, അതിന് ഞങ്ങളെ ഓർമ്മിപ്പിക്കല്ലേ. ഞങ്ങൾ പെട്ടുപോയതാണ്, പറഞ്ഞു എന്നുള്ളത് ശരിയാണ് എന്ന് കരുതി ശവത്തി കുത്തല്ലേ ബാബ. ശരിയാണ്. അപ്പൊ പിന്നെ മര്യാദയ്ക്ക് ശരി, ഞങ്ങൾ മര്യാദയ്ക്ക് തന്നെ ജീവിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. കാരണം ബുൾഡോസർ ബാബയുടെ കയ്യിലാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയ മലയാളി ഭീകരർ അകപ്പെട്ടിട്ടുള്ളത്. ജീവനോടെ പുറത്തു വരില്ല എന്ന് 100% ഏതാണ്ട് ഉറപ്പാണ്. അവിടെ പിടിക്കപ്പെടുന്ന കുറ്റവാളികൾ ഇതുപോലെയുള്ള രാജ്യവിരുദ്ധർ, തീവ്രവാദികൾ, ഭീകരർ. ഇവരൊക്കെ സാധാരണഗതിയിൽ പരലോകം പോകാറാണ് പതിവ്. അത് വെച്ച് താമസിപ്പിക്കാറുമില്ല. സാധാരണക്കാരന്റെ നികുതി പണത്തിൽ തിന്നു പൊളയ്ക്കാൻ അവർക്ക് അവസരം ഒരുക്കാറുമില്ല. അതുകൊണ്ട് കാക്കാമാര് ശരിക്കും പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഇവിടെ വെച്ചിട്ട് ഇവരിതൊന്നുമല്ലല്ലോ പറഞ്ഞിരുന്നത്. നിങ്ങൾ ചെയ്തതുപോലെ കൂട്ടുമെന്ന് പറഞ്ഞു. സുരേന്ദ്രൻ കേരള പോലീസ് തങ്ങൾക്കുള്ള സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള പോലീസിൽ ഇപ്പൊ അത്യാവശ്യം സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ നിലപാട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രൻ അല്ല, പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നാ ഇതുവരെ പറഞ്ഞിരുന്നത്. പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും NIA വന്നാലും ED വന്നാലും അമിത്ഷായും നരേന്ദ്രമോദിയും നേരിട്ടിറങ്ങിയാലും സാധിക്കില്ല എന്ന് പബ്ലിക്കിൽ വെല്ലുവിളിച്ചിരുന്ന റൌഫിന്റെ ശബ്ദത്തിനൊരു മാർദ്ദവമൊക്കെ പിന്നീട് വന്നു. സംഘടന നിരോധിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി. ഇപ്പോ പഞ്ചാബി മൂലവും പൂരാടവും ഒക്കെ ഉത്രാടമാക്കി കഴിഞ്ഞപ്പോൾ ശരിക്ക് പാഠം പഠിച്ചു പോയി, പാവം കേട്ടോ. ഇപ്പോ അത്രമാത്രം ആർജവമൊന്നും ഇല്ലെങ്കിലും അണികളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കണ്ടേ, അതിനു വേണ്ടിയുള്ള തത്രപ്പാടാ, വിട്ടുകളയാം. വിമർശനങ്ങളെ കൂട്ടുമെന്ന് പറയുന്നത് സ്വാധീനമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ നിലപാട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രനോട് പറയാനുള്ളത്, അതിന് സുരേന്ദ്രൻ വളർന്നിട്ടില്ല. കേരളത്തിലെ ഏതാനും വർഗീയവൽക്കരിക്കപ്പെട്ട പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്കെതിരായ വിമർശനങ്ങളെ കൂട്ടുമെന്ന് പറയുന്നത്. അതിനെ നേരിടാനൊക്കെ ശേഷി കേരളത്തിന്റെ ജനാധിപത്യത്തിനുണ്ട്, കേരളത്തിലെ പൊതുബോധത്തിനുണ്ട്, കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ട് ആ വെല്ലുവിളി ഈ കേരളം ഏറ്റെടുക്കുക. നിരോധിക്കപ്പെട്ട എങ്ങനെയുണ്ട്? അതായത് ഇവർക്കറിയാം ഇവര് ചെയ്യുന്ന ഭീകരതകളും തീവ്രവാദങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുമെന്ന്. പക്ഷെ ഇവർക്കത് സമ്മതിക്കാൻ വയ്യല്ലോ. അതുകൊണ്ട് നരേന്ദ്രമോദി കൃത്യമായി മനഃപൂർവ്വം ഒരു കാര്യം ചെയ്തു. അത്തരം കുറച്ച് ഭീകരതയുള്ള ആളുകളെയൊക്കെ യോഗി ആദിത്യനാഥ് നോക്കിക്കോ. കുംഭമേളയൊക്കെ കഴിഞ്ഞ് യോഗി ആദിത്യനാഥ് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണല്ലോ. അപ്പൊ തൽക്കാലം ഇവരെ ഒന്ന് കൈകാര്യം ചെയ്തോ എന്ന് പറഞ്ഞ് അങ്ങോട്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം റൌഫിക്കായ്ക്ക് മുദ്രാവാക്യം വിളികളില്ല, SDPIയെ തൊടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും ഇവർക്ക് പറയാനില്ല. അങ്ങനെ കുറേയധികം അഗ്രസീവായിട്ടുള്ള പ്രവർത്തകരുണ്ടായിരുന്നു. അത്തരക്കാരെയൊക്കെ സെലക്റ്റീവായിട്ട് തെരഞ്ഞു പിടിച്ചിട്ടാണ് യോഗിയെ ഏൽപ്പിച്ചത്. സംഘികളെ, നിങ്ങളുടെ വീടറിയാം, ഭാര്യമാരുടെ വീടറിയാം, മക്കള് പഠിക്കുന്ന സ്കൂൾ അറിയാം, അമ്മായിയമ്മ വീടറിയാം, നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസ് അറിയാം, നിങ്ങൾ പോകുന്ന വഴി അറിയാം. രഞ്ജിത് ശ്രീനിവാസനെ കൈകാര്യം ചെയ്തതുപോലെ നിങ്ങളെ കൈകാര്യം ചെയ്യാനും നമുക്കറിയാം
എന്നായിരുന്നു ഇവർ മുദ്രാവാക്യം മുഴക്കിയിരുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥയുണ്ടല്ലോ. ഈ മണ്ഡലം കാര്യവാഹകാരാണ്. ആരാ ഇവിടുത്തെ ജില്ലാ സഹകാര്യവാഹക്? അറിയോ നിങ്ങൾക്ക്? അറിയില്ലെങ്കിൽ അന്വേഷിക്കണം. SDPIയുടെ പ്രവർത്തകർക്ക് നന്നായിട്ടറിയാം ആരാണ് ഇവിടുത്തെ ഭൗതിക പ്രമുഖെന്ന്. ഞങ്ങൾക്കറിയാം ആരാണ് ഇവിടുത്തെ ശാരീരിക ശിക്ഷകെന്ന്. ഞങ്ങൾക്കറിയാം ആരാണ് ഇവിടുത്തെ ഭൗതിക പ്രമുഖെന്ന്. അവന്റെ വീടറിയാം, വീട്ടിലേക്ക് പോകുന്ന വഴിയറിയാം, അവന്റെ ജോലി സ്ഥലം അറിയാം, അവന്റെ ഭാര്യ വീടറിയാം. ഇതൊക്കെ ഞങ്ങള് വെറുതെ ഇരിക്കുമ്പോ പഠിച്ചു വെക്കുന്നുണ്ട്. നമസ്കാരം. എന്തിനാണെന്നറിയാമോ? എന്നിട്ട് അവരെ കൈകാര്യം ചെയ്യാൻ അറിയണ്ടേ? പക്ഷെ ഇവർക്ക് തെറ്റിപ്പോയി കേട്ടോ. ഇവരുടെ വീട്, ഇവരുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ, ഇവരുടെ ഭാര്യമാരുടെ വീട്, ഇവരുടെ ഏതൊക്കെ ബാങ്കുകളിലാണ് അക്കൗണ്ടുകൾ ഉള്ളത്, ഇവരുടെ കമ്മിറ്റി കൂടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ആരാണ് ഇവരുടെ നേതാക്കന്മാർ തുടങ്ങിയ ഒരു പിടിക്കാര്യങ്ങൾ ഇവർക്കും മേലെ നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ഡോവലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അറിഞ്ഞില്ല ഇവരെ. കേരള പോലീസിനെ അറിയിക്കാതെ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി. അതേപോലെ തന്നെ SDPIയുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി. അവരുടെ ഓഫീസുകളിൽ നിന്ന് ഡിജിറ്റൽ രേഖകൾ പിടിച്ചെടുത്തു. അയ്യോ, ഈ രാജ്യത്തിനു വേണ്ടി എന്തൊക്കെയോ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി നിയുക്തരായ ആളുകൾക്ക് റെയ്ഡിന് വരുന്നതിന് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പേ വിസിറ്റിംഗ് കാർഡ് ഇറക്കി പറയേണ്ടിയിരുന്നില്ലേ? എന്നാ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്ന് പറയാമായിരുന്നു എന്നാ പറഞ്ഞു വരുന്നത്. ഈ കേരളത്തിൻ്റെ ഹൈവേയിലൂടെ ഒരു വാഹനം ഓടണോ വേണ്ടയോ എന്ന് പോലും പോപ്പുലർ ഫ്രണ്ടാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഹൈവേയിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയ NIA സംഘം. ഇവരത്രയ്ക്ക് കേരളത്തിൽ അഴിഞ്ഞാടുമായിരുന്നു. ഇവര് വിചാരിച്ചു എല്ലാവരെയും വിലക്കെടുക്കാൻ ഇവർക്ക് പറ്റുമെന്ന്. ഇവരെ എതിർക്കുന്ന ആളുകളെയൊക്കെ പണം കൊടുത്ത് വശീകരിച്ചും ഭീഷണിപ്പെടുത്തിയും വരുതിയിലാക്കി ഇറക്കിയതുപോലെ ആ രൂപത്തിൽ വരുതിയിലാക്കാൻ സാധിക്കാത്ത നിലപാടുകളുള്ള ആളുകളുണ്ട് എന്നിവർ അറിഞ്ഞില്ല. ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് ആരാണെങ്കിലും ശരി, അവരെ തളയ്ക്കാൻ, അവരെ എതിർക്കാൻ, അവരെ വിമർശിക്കാൻ ആർജവമുള്ള രാജ്യസ്നേഹികളായ ആളുകളുള്ള ഭാരതമാണിത്, കേരളമാണിത് എന്നിവർ ചിന്തിച്ചില്ല. ഇവർ അഴിഞ്ഞാടി. ഇവരുടെ പച്ചവെളിച്ചത്തിൽ ഇവരുടെ ആൾക്കാരുണ്ടായിരുന്നു, കസ്റ്റംസിൽ ഇവരുടെ ആൾക്കാരുണ്ടായിരുന്നു, എയർപോർട്ടിൽ ഇവരുടെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇവരെന്തിനാ ഭയക്കുന്നത്? ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷമല്ലേ നമ്മൾ ഇത്രയധികം മലദ്വാർ ഗോൾഡുകളും അതുപോലെ ഈ മയക്കുമരുന്നുകളൊക്കെ എയർപോർട്ടിൽ പിടിക്കപ്പെടുന്ന കരിപ്പൂർ ഗോൾഡുകളും ഒക്കെ നമ്മൾ ഈ വാർത്തകൾ കാണാൻ തുടങ്ങിയത്. അതിനു മുമ്പ് എത്രയാ ഇവിടെ വന്നിറങ്ങിയത്? വിദേശത്ത് നിന്ന് പണം എത്രയാ വന്നത്? ഇതൊക്കെ ആരാ കൊണ്ടുപോയത്? ആരാ ഇവർക്ക് പണം അയച്ചത്? ആരുടെ സഹായത്തോടു കൂടിയായിരുന്നു ഇവരിവിടെ അടിച്ച് പൊളിച്ച് പണം വെച്ച് വിലസി ജീവിച്ചിരുന്നത്? ഇന്നത് ജനങ്ങൾക്കറിയാം. നന്ദി.